ഈ നിമിഷം നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ ആ മാതൃസ്നേഹം കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഈശോ കൂടുതൽ അവിടുത്തെ സ്നേഹം നമ്മളിലേക്ക് നുകരുവാൻ വേണ്ടി നമ്മളെ ഒരുക്കുന്ന നിമിഷങ്ങളാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം നമുക്ക് അടയ്ക്കാം. തിരുവചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യന്റെ ചിന്ത എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന്. മനുഷ്യന്റെ ചിന്ത എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു മനസ്സാണോ എൻ്റേത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നാണോ ഞാനിപ്പോൾ ആയിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിമിഷം പാപത്തിൻ്റെ അടിമത്തത്തിലാണോ എന്ന് ചിന്തിച്ചു നോക്കാം. ആണെങ്കിൽ കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രമാണ് മനുഷ്യർ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വളരുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വാക്കാലോ പ്രവൃത്തിയാലോ ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ മേഖലകളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവ് കരുണയുള്ളവനായതുകൊണ്ട് നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും അവിടുത്തെ തിരുസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് നമ്മളോട് കരുണ കാണിക്കും. വചനം ഇങ്ങനെ പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ കാരുണ്യത്തിനായി നമുക്ക് യാചിക്കാം. നമ്മളും നമ്മുടെ മാതാപിതാക്കളും പൂർവികരും അയൽവാസികളും നമ്മുടെ ബന്ധുക്കളും അധികാരികളും ഒക്കെ വഴി വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അപരാധങ്ങളും ഈ നിമിഷം ക്ഷമിക്കണമെന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുരക്തത്താൽ ഈ നിമിഷം നമ്മളെയും നമുക്കുള്ളവരെയെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിനായി നമുക്കൊരു നിമിഷം കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ, പാപികളായ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഈ നിമിഷം ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നീ നയിക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നനയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരു ഗാനം ആലപിക്കാം. കരുണയ്ക്കായി തേടുന്നു എൻ ദൈവമേ, കനിയേണമേ. കരുണയ്ക്കായി തേടുന്നു എൻ ദൈവമേ, കനിയേണമേ. കരുണയ്ക്കായി തേടുന്നു എന്നേശുവേ, എന്നിൽ അലിവേഗണേ. കരുണയ്ക്കായി തേടുന്നു എന്നേശുവേ, എന്നിൽ അലിവേഗണേ.
ഈഴയാമെന്നിൽ കനിയേണമേ. സങ്കീർത്തനം 118:24 ഇങ്ങനെ പറയുന്നു, കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം കർത്താവ് നമുക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കി തന്ന ദിവസമാണ്. അവിടുന്ന് നമ്മളോട് പറയുന്നു, ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാമെന്ന്. നമുക്ക് സന്തോഷമുണ്ടോ? ഉണ്ട്. എല്ലാവരും മുഖത്തൊക്കെ ഒരു ചിരി വരുന്നുണ്ട്. സന്തോഷമാണ് അല്ലേ? 1 തെസ്സലോനിക്ക 5:16-17-18 ഇങ്ങനെ പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതമെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഹിതം നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാനാണ്. എന്നാൽ അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കിക്കേ. എപ്പോഴും സന്തോഷമാണ്, മുഖത്ത് നല്ല പുഞ്ചിരിയും ഒക്കെ ആയിരിക്കും. അത് സാധിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ മുഖത്തിനൊക്കെ ഒരു വാട്ടമൊക്കെ ഉണ്ടാകും, ഒരു ദേഷ്യത്തിൻ്റെയും ഒരു അമർഷത്തിൻ്റെ ഒക്കെ അവസ്ഥ നമുക്കുണ്ടാകാം. അതെല്ലാം ഈ നിമിഷം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:32 ഇങ്ങനെ പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. പ്രിയപ്പെട്ടവരെ, ഈ പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളും അസ്വസ്ഥകളും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കാതെ പോകുന്നു. അതിൻ്റെ കാരണം നമ്മൾ ഇന്നലെയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ദുഃഖങ്ങളും നിരാശയിലും, ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളി മദ്യപാനിയായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളായിരിക്കാം, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ പഠന കാര്യങ്ങളെക്കുറിച്ച്, വിവാഹപ്രായ മക്കളെ ആ വിവാഹത്തെക്കുറിച്ചൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ അസ്വസ്ഥരായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് തകർച്ചകളിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ നിമിഷം ഒരുക്കി തന്നിരിക്കുന്നത്. നിന്റെ കടബാധ്യതയോ, നിന്റെ സാമ്പത്തിക തകർച്ചയോ, മക്കള് അനുസരിക്കാത്തതിൻ്റെ അവസ്ഥകളോ, മറ്റുള്ളവര് നമ്മളെ അംഗീകരിക്കാതെ വരുന്ന അവസ്ഥ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഇതെല്ലാം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഈശോ ഈ നിമിഷം നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഇതാ ഒരുങ്ങുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് സന്തോഷിക്കണ്ടേ? ദൈവം നമ്മളോട് പറഞ്ഞതുപോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. മക്കളായ നമ്മൾ പിന്നെ എന്തിനാ ദുഃഖത്തിലാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിന് നമുക്ക് ഈ നിമിഷം സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കരങ്ങളും നമ്മുടെ ഹൃദയം എല്ലാം നമുക്ക് ഒന്ന് ഉയർത്താം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഉണർവോടെ, ഉന്മേഷത്തോടെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈ നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ വേദനകളും അസ്വസ്ഥകളും ഭാരങ്ങളും രോഗങ്ങളും എല്ലാം ഈ നിമിഷം നീ ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ, ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നീ ഉയർത്തണമേ. നിന്റെ സ്നേഹത്തിന്റെ അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവായ ഈശോയെ, ഈ നിമിഷം ഈ മക്കളുടെ എല്ലാ ബന്ധനങ്ങളും നീ അഴിക്കണമേ. ഇവരെ നീ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തണമേ. ദൈവമക്കൾ
മകളെ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ നിമിഷങ്ങളെ ഉയർത്തുന്നയോർത്ത് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ